ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ LDC എക്സാം മാതൃക പരീക്ഷാ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളുടെയും വേദി ലണ്ടൻ ആയിരുന്നു. അതുപോലെ തന്നെ 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം എത്ര ഡിഗ്രി വീതമാണ്? ഓപ്ഷൻ സി 30 ഡിഗ്രി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ സി ജില്ലാ കളക്ടർ. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻ ബി തലശ്ശേരി. 2023 50 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗസംരക്ഷണ പദ്ധതി. 2023 50 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗസംരക്ഷണ പദ്ധതി. ഓപ്ഷൻ ഡി പ്രൊജക്റ്റ് ടൈഗർ. ഇക്കൂട്ടത്തിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തവ ഏതെല്ലാം? ഓപ്ഷൻ സി 3ഉം 4ഉം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ത്രിവർണ പതാകയെ ദേശീയ പതാകയായി ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1947 ജൂലൈ 22. അടുത്ത ചോദ്യം, സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഓപ്ഷൻ ഡി ഗൗട്ട്. ഇവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകാത്ത രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകാത്ത രോഗം. ഉത്തരം ഓപ്ഷൻ സി പോളിയോമെലിറ്റസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെട്ടതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മാൻഡമസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന രശ്മികളിൽ ഏതാണ് തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന ക്രമത്തിലുള്ളത്? താഴെ പറയുന്ന രശ്മികളിൽ തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന ക്രമത്തിലുള്ളത് ഏത്? ഓപ്ഷൻ ഡി എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്ന്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം. ഉത്തരം ഓപ്ഷൻ ബി 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം. ഓപ്ഷൻ എ തെലുങ്കാന. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്?
ഓപ്ഷൻ ഡി 2020 ജൂലൈ 20. പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി അയോണീകരണ ഊർജം കുറവാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. മൃതസഞ്ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മൃതസഞ്ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ബി ഇവയെല്ലാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നടന്ന രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന വർഷം. രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ 1905. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തികൾ ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തികൾ. ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ. ചരിത്ര വസ്തുതകൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള, സവർണ ജാഥ, മന്നത്ത് പത്മനാഭൻ, ക്ഷേത്രപ്രവേശന വിളംബരം, 1936, ഗുരുവായൂർ സത്യാഗ്രഹം, 1931. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം. ഉത്തരം ഓപ്ഷൻ സി PR ശ്രീജേഷ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയത് ആരാണ്? കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഉത്തരം ഓപ്ഷൻ ബി ജോർജ് വർഗീസ്. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി. ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 18 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 18 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി പദവിനാമങ്ങൾ നിരോധിക്കൽ. അടുത്ത ചോദ്യം, MD വാസുദേവൻ നായരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ? ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇരുട്ടിൻ്റെ ആത്മാവ്. ബ്രഹ്മപുത്രയുടെ ഏത് പോഷക നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്? സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി. ഓപ്ഷൻ ബി ടീസ്റ്റ. ഭാരത സർക്കാരിൻ്റെ വിദഗ്ധോപദേശക സമിതിയായ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ സി സുമൻ ബെറി. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16 ആയിരുന്നു.
അടുത്ത ചോദ്യം, നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏത്? ഓപ്ഷൻ ഡി, വാട്ടർലൂ യുദ്ധം. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 3, 4, 6. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്ന ആശയങ്ങൾ ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ബഹിരാകാശ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെപ്പറ്റി പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം? ഉത്തരം ഓപ്ഷൻ ഡി, എക്സ്പോസാറ്റ്. അടുത്ത ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ എ, SK വസന്തൻ. രാജ്യാന്തര ചെസ് ഫെഡറേഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, 100. അടുത്ത ചോദ്യം, പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 3 മാത്രം. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പൊതുവെ അറിയപ്പെടുന്നത് റാം ആണ്. 15 ആളുകൾ 16 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും എങ്കിൽ 24 ആളുകൾ ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടിവരും? ഓപ്ഷൻ സി, 10. 1666-നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ? ഓപ്ഷൻ ഡി, 1708. അടുത്ത ചോദ്യം, 6ന്റെ ഘടകങ്ങളുടെ തുക. ഉത്തരം ഓപ്ഷൻ സി, 12. ഒരു മാസത്തിലെ 7-ാം ദിവസം വെള്ളിയാഴ്ചയേക്കാൾ 3 ദിവസം മുൻപാണെങ്കിൽ മാസത്തിലെ 19-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ, ഞായർ. സൂരജ് അവൻ്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ വടക്ക് ദിശയിൽ സഞ്ചരിച്ച ശേഷം പടിഞ്ഞാറ് ദിശയിൽ 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് അയാൾ തെക്ക് ദിശയിലേക്ക് 5 കിലോമീറ്റർ സഞ്ചരിക്കുകയും ശേഷം കിഴക്കു ദിശയിലേക്ക് 10 കിലോമീറ്റർ സഞ്ചരിക്കുകയും ചെയ്താൽ വീട്ടിൽ നിന്ന് സൂരജ് ഇപ്പോൾ ഏത് ദിശയിലാണുള്ളത്? ഓപ്ഷൻ സി, വടക്ക്. ആഡ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്.
None of them has passed dash. Option A, have they. Nehru was dash a great statesman dash a good writer. Option D, not only but also. A dash of bricks. Option D, pile. Give the one-word substitution for a speech made without preparation. Option A, extempore. If I were invisible dash. Option B, I would have travel everywhere. പര്യായ പദം കണ്ടെത്തുക. നിലാവ്. ഓപ്ഷൻ എ, കാമുതി. പിരിച്ചെഴുതുക. വെൺമുകിൽ. വെൺമുകിൽ എന്ന വാക്കിനെ പിരിച്ചെഴുതുക. ഓപ്ഷൻ സി, വെൾ പ്ലസ് മുകിൽ. ആകാശം നോക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ആകാശം നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി, ഉത്തരം മുട്ടുക. ഒറ്റപ്പദം കണ്ടെത്തുക. ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ, അതുനാദനം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി, അനുഗ്രഹീതം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.